അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, തഹിയ ആപ്പിൽ സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി പിരിക്കുന്ന ഫണ്ട് സമാഹരണത്തിൽ അതിൻ്റെ തഹിയ ആപ്പിൽ ലക്ഷങ്ങൾ ഇങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ മിന്നിമറിയുന്ന ഘട്ടത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 കോടി ക്രോസ് ചെയ്യാൻ ഇരിക്കുന്ന അതിനോടടുത്ത് നിൽക്കുന്ന വേളയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തൊന്നില്ലാത്ത സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 2 കൈയും ഹൃദയവും നീട്ടി അതിനെ സ്വീകരിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ മുസ്ലിം സമൂഹം തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എല്ലാവരും മഹല്ല് സംവിധാനങ്ങളും മദ്രസകളും എല്ലാ മുഅല്ലിമീങ്ങളും അതുപോലെ തന്നെ എല്ലാ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളും എല്ലാ സംവിധാനങ്ങളും സമസ്തയോടുകൂടെ 100% അടിയുറച്ചു നിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഫണ്ട് കളക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കേവലം ഒരു ഫണ്ട് കളക്ഷൻ മാത്രമല്ല. ആരൊക്കെയാണ് സമസ്തയുടെ കൂടെ നിൽക്കുന്നത്, ആരൊക്കെയാണ് പുറംതിരിഞ്ഞ് നിൽക്കുന്നത്, എത്ര ശതമാനം എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയ ഒരു സംവിധാനമാണ് സമസ്ത 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയത്. അൽഹംദുലില്ലാ, 100 വർഷം കഴിയുമ്പോഴും ആ സമസ്തയുടെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അന്ന് തുടങ്ങിയ ആ ഒരു പൈതൃക മുന്നേറ്റത്തിൽ അതിൻ്റെ അവസാനത്തിലും കണ്ണിയായി ചേരാൻ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഭാഗ്യം തന്നു. അൽഹംദുലില്ലാ, നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. എല്ലാവരും അല്ലാഹുവിനെ സ്തുതിക്കുക. കാരണം അതിൽ നിന്ന് അറ്റുപോയവർ നിരവധിയുണ്ട്. ഈ അവസാന ഘട്ടത്തിലും അതിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കാൻ ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു തആല തിരഞ്ഞെടുത്തുവെങ്കിൽ അതിൽ പെടുത്താതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൂട്ടായ്മയോടൊപ്പം പണ്ഡിതന്മാരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകിയെന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരിക്കുന്നത് വരെ സമസ്തയുടെ ആ കീഴിൽ തണലിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫണ്ട് കളക്ഷൻ മാത്രമല്ല. ഇത് ആരൊക്കെയാണ് സമസ്തയെ നെഞ്ചോട് ചേർത്തത് എന്ന്, എത്ര ശതമാനം ചേർത്തത് എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു അളവുകോൽ കൂടിയാണ് ഈ തഹിയ ആപ്പ്. നോക്കൂ നിങ്ങൾ, സമസ്തയെ വളരെ ഹൃദ്യമായി സ്നേഹിക്കുന്ന ഒരാൾക്കല്ലാതെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു നാണയത്തൊട്ട് അതിന് നൽകാൻ സാധിക്കില്ല. അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ഈ ഫണ്ട് തുടങ്ങിയത് മുതൽ അതിന് തുരപ്പം പണിയെടുത്തുകൊണ്ട് ചില ആളുകൾ വന്നിട്ടുണ്ട്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഔദ്യോഗികമായ ഭാരവാഹികളിൽപ്പെട്ട ആളുകൾ പോലും ഇതിനെതിരെ വോയിസ് ഇറക്കി. അവരുടെ നാട്ടിൽ അവർക്കിന്നും തലയിൽ മുണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. തഹിയയുടെ കുതിപ്പ് അങ്ങനെയാണ്. ചില ആളുകൾ അതിനെതിരെ വോയിസുകൾ ഇറക്കി. ആ വോയിസ് ഇറക്കിയ ആളുകൾക്കൊക്കെ ഇന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നവർക്ക് തഹിയയെക്കുറിച്ചൊന്നും മിണ്ടാട്ടമേ ഇല്ല. നമ്മൾ പ്രതീക്ഷിച്ച പല ആളുകളും ഇതിൻ്റെ പരസ്യവുമായിട്ട് ഇതിന് പരസ്യമെങ്കിലും കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പല ആളുകളെയും നമ്മൾ കണ്ടില്ല. പക്ഷേ അതൊന്നും ഈ ഫണ്ടിനെ ബാധിച്ചതില്ല. സമസ്തയുടെ തഹിയ ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ടോപ്പേഴ്സ് അതൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം സമസ്തയോട് കൂടെ നിൽക്കുന്നവരാരൊക്കെയാണ് എന്ന്. ഓർഗനൈസേഷൻ എന്നൊരു കാറ്റഗറി ഉണ്ട്. അതിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഏത് പോഷകഘടകമാണ് സമസ്തയ്ക്ക് ഫണ്ട് നൽകിയത് എന്ന് കാണാൻ സാധിക്കും. മതി, ഏറ്റവും കൂടുതൽ SKSF ആണ്. 2.5 കോടിയോളം രൂപ ഇപ്പോൾ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് SKJMCC ഉണ്ട്, SKMVB ഉണ്ട്, SKSBV ഉണ്ട്. കുട്ടികൾ പോലും അതിൽ പങ്കാളികളായ SYS ഉണ്ട്, മുദരിസീനുണ്ട്. അതിൻ്റെ ഒക്കെ ഏറ്റവും അടിയിലാണ് ഏറ്റവും വലിയ സമസ്തൻ്റെ സംവിധാനം എന്ന് ഗീർവാണം മുഴക്കിയ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ റാങ്ക് കിടക്കുന്നത് 8-ാം സ്ഥാനത്താണ്. എത്രമാത്രം സമസ്തയോട് കൂടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അതിലും കുറേ നല്ല ആളുകളുണ്ട്. അവരാണ് അതിൽ 10 ലക്ഷമെങ്കിലും സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ 10 ലക്ഷം വാങ്ങിപ്പോയി എന്നാണ് കേട്ടത്. അല്ലാഹു ആലം. എന്തായാലും പാവങ്ങളായ സമസ്തക്കാർ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പേരിൽ ഇട്ടതാണ് ആ 10 ലക്ഷം രൂപ. മറ്റൊരു കാര്യം, ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, അതിൽ ഫൈസിമാരുണ്ട്, ദാരിമിമാരുണ്ട്, അതുപോലെ അൻവരിമാരുണ്ട്. അങ്ങനെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഓരോ ദർസിൻ്റെ, ഇപ്പം ഞങ്ങൾ ദർസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ 1 ലക്ഷം കൊടുത്തു. ഇങ്ങനെ ഓരോ ദർസിൻ്റെയും അങ്ങനെ ഉണ്ട്. ഈ കൂട്ടത്തിൽ വളരെ അറിയപ്പെട്ട ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണല്ലോ ഹാദിയ, ഈ ഹുദവികളുടെ സംഘടന. അതെത്ര കൊടുത്തു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. കാരണം
അവരതിന് തയ്യാറാകില്ല. ഈ ഫണ്ട് കളക്ഷൻ നടക്കുന്ന സമയത്ത് പോലും ഈ ഹാദിയ സമസ്തക്കെതിരെ പരിപാടി വെക്കാനാണ് സമയം കണ്ടെത്തിയത്. ജിഫ്രി തങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ, സമസ്തക്കെതിരെ പരിപാടി സംഘടിപ്പിക്കാൻ. എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അതിനോടൊക്കെ വിയോജിപ്പുള്ള, സമസ്തയോട് കൂടെ നിൽക്കുന്ന ഒരു പറ്റം ഹുദവിമാർ 33,333 രൂപ അവർ നൽകിയിരിക്കുന്നു. കുറച്ച് ഹുദവിമാരാണ് ഇതിലുള്ളത്, ഞാൻ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. എന്നിട്ടും അത്ര ഒരു സംഖ്യ അവർ നൽകിയത് എത്രത്തോളം, അവർ അപ്പോൾ എത്ര കൂടുതൽ സംഖ്യ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ചലഞ്ചിലേക്ക് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ സമസ്തയോടൊപ്പമാണ് എന്ന് അവർ തെളിയിക്കാനാണ്. ഇൻഡിവിജ്വലായി നൽകിയ ഉദവിമാരുണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രകടമായിട്ട് ഇപ്പോൾ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ 10,000 രൂപ തഹിയ ഫണ്ടിലേക്ക് നൽകുകയും അദ്ദേഹം അതിൻ്റെ പോസ്റ്ററും അതിൻ്റെ സ്ക്രീൻഷോട്ടും എല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തിനാണത്? ഞാൻ കൊടുത്ത 10,000, മൂപ്പര് കൊടുത്ത 10,000 10,000ങ്ങളെ കാണിക്കാനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവാനാണ്. കാരണം പാണക്കാട് നിന്ന് മഹാനായ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ആറ്റപ്പൂവിൻ്റെ മകൻ ഇങ്ങനെ 10,000 കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊക്കെ അതൊരു പ്രചോദനമാവും. അങ്ങനെ പ്രചോദനമാകുന്ന സമയത്ത് അവരും അതിലേക്ക് ഫണ്ട് നൽകും. എത്ര വലിയ മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ ഇതുപോലെ സമസ്തയെ ചേർത്ത് വെച്ചവർ, അവരോട് നമുക്ക് പ്രത്യേകമായ ഇഷ്ടമാണ്, മുഹബ്ബത്താണ്. അത് ഫില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഈ ഹുദവിമാരോടും കുറച്ചാണെങ്കിലും ഈ ഹുദവിമാരുടെ കൂട്ടം ചേർന്നിട്ട് തന്നെ സമസ്തയുടെ ഹുദവിമാർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൽകിയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അതിന് തയ്യാറാവാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കൂട്ടം ഹുദവിമാർ, സമസ്ത ഹുദവിമാർ എന്ന പേര് കൊടുത്തിട്ട്, അവരാ കൊടുത്തത് പേര് സമസ്ത ഹുദവിമാർ. അപ്പോൾ അതിനർത്ഥം എന്താ? സമസ്തയോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ കണ്ടമാനുണ്ട് എന്നല്ലേ. പക്ഷേ ഫണ്ട് വാങ്ങാൻ സാമർത്ഥ്യം ഉഷാറാട്ടാ, ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഫണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിക്കൊണ്ടാണേ അതിലുഷാറാണ്, കൊടുക്കാനേ പറ്റാത്ത. അത് ഈ ബാപ്പിയമ്മി മരിച്ചാൽ അനന്തരം വാങ്ങണ മുജാഹിദീങ്ങളെ പോലെയാണ്, വാങ്ങാൻ ഉഷാറാണ്, എല്ലാം പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ 3ഉം 7ഒക്കെ നടത്തുമ്പോൾ അവിടെ അവർക്ക് ജിഹാദായിട്ട് വരിക, അവിടെയാണ് ഓല് മുജാഹിദീങ്ങൾ. അനന്തര സ്വത്ത് വാങ്ങണതിലും ഒന്നോൽക്ക് എന്തില്ല, മുജാഹിദ് എന്നുള്ള ആദർശമില്ല. കാരണം എന്താ വെച്ചാൽ അതിനോട് ആത്മാർത്ഥമായിട്ട് വിയോജിപ്പൊന്നും ഉണ്ടായിട്ടല്ല, പൈസ ഇറക്കാൻ മടിയായിട്ടാണ്. പല മുജാഹിദീങ്ങളും അങ്ങനെയാണ്, ഓരോ നാട്ടിൽ അന്വേഷിച്ചങ്ങൾ പൈസ ഇറക്കാനും മടിയായിട്ടാണ് അത് കഴിക്കാതിരിക്കണത്. പക്ഷേ ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് അവർക്ക് തന്നെ അറിയാം, വാപ്പാക്കും ഉമ്മാക്കും അതിൻ്റെ ഉപകാരം ലഭിക്കും. പക്ഷേ പോക്കറ്റിൽ നിന്ന് പൈസ ഇറക്കാൻ മടിയാണ്. ഇതേപോലെയാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഹാദിയ ഇത് നൽകാത്തതിലുള്ളൊരു നീരസം പ്രകടിപ്പിച്ചുകൊണ്ടും അതിനുള്ളൊരു പ്രതിഷേധമായിക്കൊണ്ടും തന്നെയാണ് ഈ ഉദവികളിങ്ങനെ പരസ്യമായിട്ട് സമസ്ത ഹുദവികൾ എന്ന പേര് നൽകിക്കൊണ്ട് ഫണ്ട് നൽകിയിട്ടുള്ളത്. ഞാനിത് വെറുതെ പറയല്ല, കൃത്യമായിട്ട് അവർ നമ്മളോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഞങ്ങളൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ഫണ്ട്, ഈ സമസ്തയുടെ ഫണ്ട് കളക്ഷൻ നടക്കുമ്പോഴും അതുപോലെ തന്നെ സമസ്തയുടെ 100ാം വാർഷിക പ്രചരണം നടക്കുമ്പോഴെല്ലാം ഇവരുടെ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ രക്ഷിതാക്കൾ വിളിച്ചിട്ട് നമ്മളോട് പറയാം. രക്ഷിതാക്കൾ വിളിച്ചിട്ട് എന്നെ പോലുള്ള ആളുകളോട് പറയാം. എന്താണ്? അവിടെ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് ഞങ്ങളെ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചിട്ട് സമസ്തക്കെതിരെ പറഞ്ഞു. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് സംഭവം. രക്ഷിതാക്കളുടെ യോഗം വിളിച്ചിട്ട് അതിൽ സമസ്തയുടെ നേതാക്കൾക്കെതിരെയും സമസ്തയിലെ മുശാവറംഗങ്ങൾക്കെതിരെയും സമസ്തക്കെതിരെയുമൊക്കെ ഇദ്ദേഹം പറയാണ്, ഞങ്ങളോട് പറയാണ്. അയാളെന്തിനാ ഇതൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് പറയണമെന്ന് രക്ഷിതാക്കൾ തന്നെ ചോദിക്കണം. ആലോചിച്ച് നോക്കി. ഇവരുടെ ഈ ഹാദിയൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, ഒരു സാധനം, ജിഫ്രി തങ്ങളെ അധിക്ഷേപിച്ച ആ സാധനം, ആ ചങ്ങായി ഇവരുടെ സ്ഥാപനത്തിൽ പോയിട്ട് കടുത്ത സമസ്ത വിരുദ്ധത അവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു എന്നുള്ള വിവരമാണ് ഈ ഉദവികൾ, സമസ്തയെ സ്നേഹിക്കുന്ന ഉദവികൾ നമ്മളോട് പറയണം. ഇതൊക്കെ ഞങ്ങൾ അറിയുന്നില്ല എന്ന് കരുതണ്ട, തൽസമയം നമ്മളതൊക്കെ അറിയുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നത്. ഇത് ഹക്കിന് വേണ്ടിയുള്ള, സത്യത്തിന് വേണ്ടിയുള്ള, സമസ്തക്ക് വേണ്ടിയുള്ള ഒരു ജിഹാദായിട്ട് തന്നെയാണ്
ഞങ്ങളിതിനെ കാണുന്നത്. ഭൗതികമായിട്ട് എന്ത് നഷ്ടം വന്നാലും ഇത് തുറന്ന് പറയുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇതേപോലെ തന്നെ വാഫികളെ പിന്നെ CIC സമസ്ത തള്ളിയതാണ് എന്ന് വെക്കാം. അതുകൊണ്ട് തന്നെ അതിൽ നീരസമുള്ള കുറേ വാഫികൾ അവർ തഹിയ്യക്ക് ഫണ്ട് തരണമെന്നൊന്നും നമ്മൾ നിർബന്ധം പിടിക്കാനോ അല്ലെങ്കിൽ അത് അവകാശപ്പെടാനോ ഒന്നും പറ്റില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്നും സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം വാഫിമാർ അവർ ഫണ്ട് നൽകി. അവർ ഇൻഡിവിജ്വലായി നൽകിയതിന് പുറമെ 101 രൂപ ചലഞ്ച്, അപ്പോൾ 21,000 സംതിങ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 200-ലധികം 210ഓളം വാഫികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടായ്മയിലൂടെ നൽകാൻ ഇൻഡിവിജ്വലായിട്ട് മറ്റുള്ള വാഫികളൊക്കെ നൽകിയിട്ടുണ്ടാകും. അവരെ നയിക്കേണ്ടവരും അവർക്ക് മാതൃക കാണിക്കേണ്ടവരും സമസ്തയോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ വിധിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ സമസ്തയോടൊപ്പം നിൽക്കാൻ അവർ കാണിച്ച ആ ഒരു മനസ്സിനെ നമ്മൾ അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ എത്ര ഫൈസിമാരുടെ ബാച്ചുകൾ, എത്ര ദർസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, എന്തിനേറെ ഫൈസിമാരുടെ ഭാര്യമാരുടെ കൂട്ടായ്മ വരെ പിന്നെ ഇതിലേക്ക് ഫണ്ട് നൽകിയിരിക്കുകയാണ്. കൂട്ടായ്മയിലൂടെ ഫണ്ട് നൽകിയിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് നൽകിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഓരോ ഇതിൻ്റെ ടോപ്പേഴ്സ് പരിശോധിക്കുമ്പോൾ ഓരോ ഹാജിമാർ, മുഹമ്മദ് ഹാജി, മൂസ ഹാജി, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഹാജിമാർ, കുഞ്ഞു മുഹമ്മദ് ഹാജി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹാജിമാർ, അതായത് ഉമറാക്കൾ മുഴുവൻ സമസ്തയുടെ കൂടെയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇതുപോലെ മദ്രസകൾ നോക്കുമ്പോൾ 10,000 ലക്ഷങ്ങളും നൽകിയ ഒരുപാട് മദ്രസകൾ, ഈ മദ്രസകളൊക്കെ സമസ്തയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ്. ഇവിടെ സമസ്തയുടെ വലുപ്പവും സമസ്തയെ എതിർത്തുകൊണ്ടിരിക്കുന്ന ചില സുഹാബികളുടെ വലുപ്പവും തിരിച്ചറിയാനുള്ള കൃത്യമായ ഒരു അളവുകോലായിട്ട് തഹിയ്യ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വിജയിപ്പിക്കാൻ നല്ല നിലക്കും അല്ലാത്ത നിലക്കുമൊക്കെ പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.